അയർലൻഡിലെ പുണ്യഭൂമി എന്നറിയപ്പെടുന്ന ഏറ്റവും സവിശേഷതയുള്ള ഒരു ദേവാലയമാണ് നോക്ക് ചർച്ച്. ഇന്ന് അങ്ങോട്ടാണ് ഞങ്ങളുടെ യാത്ര. കൗണ്ടി മയോയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം വളരെയധികം പ്രസിദ്ധമാണ്. കാരണം 1879 ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. എൻട്രൻസിൽ തന്നെ വലിയൊരു കുരിശടി കാണാം. പിന്നെ പള്ളിയുടെ പരിസരങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് പരിസരമൊക്കെ കാണാനായിട്ട്. ഈ കാണുന്നതാണ് മെയിൻ ബസിലിക്ക. ഇവിടെയാണ് കുർബാനയും മറ്റുമെല്ലാം നടത്തപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ വേളാങ്കണ്ണി പള്ളിയൊക്കെ ഇല്ലേ, അതുപോലെ അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചാണിത്. ഒത്തിരി ആൾക്കാർ ഇവിടെ ദിനം പ്രതി വന്നു പോകുന്നുണ്ട്. ഈ മെയിൻ ബസിലിക്കയുടെ മുൻവശത്തായിട്ട് ഇതുപോലൊരു ഫൗണ്ടൈൻ കാണാവേ. നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൽ കുറേ നാണയത്തൊട്ടുകളൊക്കെ കിടക്കുന്നത്. ഇത് ഐറിഷുകാരുടെ ഒരു വിശ്വാസമാണ്. ഇതിൽ നമ്മൾ എന്തെങ്കിലും നാണയത്തൊട്ടിട്ട് നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം. ഇവരുടെ ഒരു ചരിത്രം പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഞാൻ ആദ്യം വന്നപ്പോൾ ഇതെനിക്കറിയില്ലായിരുന്നു. ഇത് രണ്ടാമത്തെ തവണ വന്നപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് പരീക്ഷിക്കാമെന്ന് കരുതി ഞാനും ഒരു നാണയത്തൊട്ടിട്ടു. ഇന്ന് സീറോ മലബാർ സഭയുടെ ആനുവൽ തീർത്ഥാടനമായതുകൊണ്ട് തന്നെ പള്ളിയിൽ ഒത്തിരി തിരക്കായിരുന്നു. ഏകദേശം ഒരു 5000-ൻ്റെ മുകളിൽ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തിരക്കായിരുന്നു. ഇത്രയും മലയാളികൾ അയർലൻഡിലുണ്ടെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി നമ്മൾ പോകുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്കാണ്. ഇവിടെ ഒരു കൊച്ചു ചാപ്പൽ കണ്ടോ, ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത്. 1879 ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രമൊക്കെ പറയുവാണെങ്കിൽ ഒത്തിരി പറയാനുണ്ടാവും, വീഡിയോ ഒത്തിരി നീണ്ടുപോകും. അപ്പോൾ അന്ന് അവർക്ക് കിട്ടിയ ആ ദർശനത്തിൻ്റെ അതേ ഒരു മാതൃകയിലാണ് ഈ സ്കൾപ്ചർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അതിന് നമുക്ക് കണ്ടാലോ. ഇതാണ് മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിയൊക്കെ വളരെയധികം മനോഹരമാണ് കേട്ടോ. എത്ര വീഡിയോ എടുത്താലും തീരില്ല. ഈ നോക്ക് ചർച്ച് ഏകദേശം ഒരു 100 ഏക്കറിൻ്റെ അകത്തായിട്ടാണ് സ്ഥിതി. അപ്പോൾ ഇതാണ് നോക്ക് മ്യൂസിയം. എന്തായാലും സമയമുള്ളതുകൊണ്ട് നോക്ക് മ്യൂസിയം കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. നമുക്കത് തുറന്ന് കാണാം എന്താണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന്. അപ്പോൾ ഇതാണ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ഡോർ. അപ്പോൾ ഇത് തുറന്ന് നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേനും നമുക്ക് കാണാം കുറച്ച് ഷോപ്സൊക്കെ ഉള്ളത് കണ്ടോ. ഇവിടെ നമുക്ക് കൊന്ത, മാതാവിൻ്റെ ചെറിയ രൂപങ്ങൾ, അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത്യാവശ്യം ആൾക്കാർ ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ ഒന്ന് അകത്ത് കയറി ഒന്ന് കാണാം. ഇവിടെ നമുക്ക് കുറച്ച് പുരാതനമായിട്ടുള്ള കുറച്ച് വസ്തുക്കളൊക്കെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ഐറിഷുകാർ യൂസ് ചെയ്ത ഒത്തിരി ആയുധങ്ങളും അവരുടെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഒരു ചർക്ക പോലത്തെ നമ്മുടെ ഗാന്ധിജിയൊക്കെ പണ്ട് നൂല് നൂൽക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്, ഒരു ഐറിഷ് അമ്മച്ചി അത് ചെയ്യുന്നതിൻ്റെ. നല്ല രസമുണ്ട്. പിന്നെ ഇത് കണ്ടോ, പഴയ ഒരു പുരാതന സൈക്കിള്, നല്ല രസമില്ലേ. ഇത് കണ്ടോ, ഒരു പുരാതനമായിട്ടുള്ള ഒരു ഐറിഷ് വീടിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പഴമയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സൈക്കിളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ. അതിൻ്റെ അകത്തോട്ട് കയറി ചെല്ലുമ്പോഴത്തേനും പണ്ടത്തെ ഒരു ഐറിഷ് വീട് എങ്ങനെയാണോ അതിൻ്റെ ഒരു മോഡലും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊരു പണ്ടത്തെ ഐറിഷ് ബെഡ്റൂമിൻ്റെ ഒരു മോഡലാണ്. അപ്പം അതുപോലെ തന്നെ അതൊരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൽക്കാലം നോക്ക് ചർച്ചിനോട് വിട പറയാൻ സമയമായി. ഞാനിവിടെ നിന്നൊരു കൊന്തയൊക്കെ പർച്ചേസ് ചെയ്തു. അപ്പം ബായ്.